ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ടെക്ക്ലാസ്. നമ്മളിന്ന് ആർ പ്രോഗ്രാമിങ്ങിലെ ലൂപ്സിനെ കുറിച്ചിട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യം എന്താണ് ലൂപ്സ് ഇൻ പ്രോഗ്രാമിംഗ്? ഏതൊരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എടുത്തു കഴിഞ്ഞാലും ബേസിക് ആയിട്ടുള്ളൊരു കൺസെപ്റ്റാണ് ലൂപ്സ് എന്ന് പറയുന്നത്. ഒരേ ടാസ്കിനെ മൾട്ടിപ്പിൾ ടൈംസ് പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ലൂപ്സ് യൂസ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, നമ്മുടെ അടുത്തൊരു കോഡ് ബ്ലോക്ക് ഉണ്ട്. ആ കോഡ് ബ്ലോക്കിനെ നമുക്ക് മൾട്ടിപ്പിൾ ടൈംസ് റൺ ചെയ്യണം. ഒരു 1000 ടൈംസ് അല്ലെങ്കിൽ 10,000 ടൈംസ് നമുക്ക് റൺ ചെയ്യണമെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് ലൂപ്സ് യൂസ് ചെയ്യാം. മെയിൻലി 2 ലൂപ്സാണ് ആറിൽ വരുന്നത്: ഫോർ ലൂപ്പ് ആൻഡ് വൈൽ ലൂപ്പ്. അപ്പോൾ ഫോർ ലൂപ്പ് ആൻഡ് വൈൽ ലൂപ്പ്, ഈ 2 ലൂപ്സാണ് നമ്മുടെ ആർ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ വരുന്നത്. അപ്പോൾ അത് ഓരോന്നും എന്താണ്, അതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. സോ ഫസ്റ്റ് നമുക്ക് വൈൽ ലൂപ്പ് എടുക്കാം. ഇവിടെ കാണാം, ഇവിടെ ഒരു ഫിഗർ കൊടുത്തിട്ടുണ്ട്. വൈൽ ലൂപ്പിൻ്റെ ഒരു ഫിഗർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. വൈൽ ലൂപ്പിൻ്റെ വർക്കിംഗ് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു ഫിഗറാണിത്. വൈൽ ലൂപ്പിൻ്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ലൂപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നു. അതായത് ലൂപ്പ് അതിൻ്റെ ഉള്ളിലുള്ള കോഡ് ബ്ലോക്കിനെ റൺ ചെയ്യാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നു. അപ്പോൾ ആ കോഡ് ബ്ലോക്കിനെ റൺ ചെയ്യണമെങ്കിൽ ഒരു കണ്ടീഷനെ ബേസ് ചെയ്തിട്ടാണ് അത് ചെയ്യുന്നത്. ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമാണ് ആ കോഡ് ബ്ലോക്ക് റൺ ചെയ്യുന്നത്. അല്ല എങ്കിൽ ആ ലൂപ്പ് അവിടെ വെച്ചിട്ട് സ്റ്റോപ്പ് ചെയ്യും. അപ്പോൾ നേരെ പോകുന്നത് കണ്ടീഷനിലോട്ടാണ്. സ്റ്റാർട്ട് ചെയ്തിട്ട് നേരെ കണ്ടീഷനിലോട്ടാണ് പോകുന്നത്. അപ്പോൾ ആ കണ്ടീഷൻ്റെ റിസൾട്ട് ഐദർ ട്രൂ ഓർ ഫോൾസ് ആയിരിക്കും. ഒന്നുകിൽ ട്രൂ ആയിരിക്കും അല്ലെങ്കിൽ ഫോൾസ് ആയിരിക്കും. കണ്ടീഷൻ്റെ റിസൾട്ട് ട്രൂ ആണെങ്കിൽ അതിൻ്റെ ഉള്ളിലുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് റൺ ചെയ്യും. അതായത് നമ്മുടെ ലൂപ്പിൻ്റെ ഉള്ളിലുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് റൺ ചെയ്യും. അഗെയിൻ ലൂപ്പ് നേരെ ബിഗിനിങ്ങിലോട്ട് പോകും. അഗെയിൻ കണ്ടീഷൻ ചെക്ക് ചെയ്യും. അഗെയിൻ ട്രൂ ആണെങ്കിൽ മാത്രം അഗെയിൻ സ്റ്റേറ്റ്മെൻറ്റ്സ് റൺ ചെയ്യും. ഇതിങ്ങനെ കണ്ടിന്യൂസ്ലി നടന്നുകൊണ്ടിരിക്കും. ഇനി എപ്പോഴാണോ കണ്ടീഷൻ ഫെയിൽ ആവുന്നത് അപ്പോഴാണ് നമ്മുടെ ലൂപ്പ് അവിടെ എൻഡ് ചെയ്യുന്നത്. ഇങ്ങനെയാണ് ഒരു വൈൽ ലൂപ്പിൻ്റെ വർക്കിംഗ്. ഒരു കണ്ടീഷനെ ബേസ് ചെയ്തിട്ടാണ് നമ്മുടെ ലൂപ്പ് വർക്ക് ചെയ്യുന്നത്. സോ നമുക്ക് ആദ്യം തന്നെ പറയാൻ പറ്റില്ല ഈ ലൂപ്പ് എത്ര പ്രാവശ്യം റൺ ചെയ്യും എന്നുള്ളത്. കണ്ടീഷൻ എപ്പോഴാണോ ഫോൾസ് ആവുന്നത് അപ്പോഴാണ് നമ്മുടെ ലൂപ്പ് സ്റ്റോപ്പ് ചെയ്യുന്നത്. ഇനി ഫോർ ലൂപ്പ് എടുക്കുകയാണെങ്കിൽ, ഫോർ ലൂപ്പും ഇതുപോലെ തന്നെ ഒരു ബ്ലോക്ക് ഓഫ് കോഡിനെ അല്ലെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ്സിനെ മൾട്ടിപ്പിൾ ടൈംസ് റൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. പക്ഷെ അവിടെ ഒരു കണ്ടീഷനെ ബേസ് ചെയ്തിട്ടല്ല അത് ചെയ്യുന്നത്. ഫോർ ലൂപ്പ് നമ്മൾ ചെയ്യുന്നത് ഒരു സീക്വൻസ് ഓഫ് വാല്യൂസിലാണ്. ഒരു എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ലിസ്റ്റ് എന്ന് പറയുന്ന ഒരു ഡേറ്റ സ്ട്രക്ചർ ഉണ്ട് ആറിൽ. നമ്മൾ ഡേറ്റ സ്ട്രക്ചേഴ്സ് പറഞ്ഞിട്ടില്ല, അത് നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ പറയും. ഡേറ്റ സ്ട്രക്ചേഴ്സ്, ലിസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സീക്വൻസ് ഓഫ് വാല്യൂസ് ഉണ്ടെന്ന് വിചാരിക്കുക. അതായത് ഒരു കളക്ഷൻ ഓഫ് വാല്യൂസ്, അതിനെയാണ് നമ്മൾ ലിസ്റ്റ് എന്ന് വിളിക്കുന്നത്. ഒരു ലിസ്റ്റ് ഓഫ് വാല്യൂസ്. ആ ലിസ്റ്റിൽ നമ്മൾ ഫോർ ലൂപ്പ് ചെയ്യുകയാണെങ്കിൽ ആ ലിസ്റ്റിലുള്ള ഓരോ ഐറ്റംസിലൂടെയും ആയിരിക്കും നമ്മുടെ ലൂപ്പ് റൺ ചെയ്യുന്നത്. അതായത് ലൂപ്പ് നേരെ സ്റ്റാർട്ട് ചെയ്തിട്ട് ലിസ്റ്റിലുള്ള ഓരോ ഐറ്റംസ് വെച്ചിട്ടായിരിക്കും ലൂപ്പ് റൺ ചെയ്യുക. അങ്ങനെ സ്റ്റേറ്റ്മെൻറ്റ്സ് റൺ ചെയ്തു. ലിസ്റ്റിലെ ഏറ്റവും അവസാനത്തെ ഐറ്റത്തിലെത്തുമ്പോൾ ലൂപ്പ് അവിടെ വെച്ചിട്ട് സ്റ്റോപ്പ് ചെയ്യും. സോ നമുക്ക് ആദ്യം തന്നെ പറയാൻ പറ്റും ഈ ലൂപ്പ് എത്ര പ്രാവശ്യം റൺ ചെയ്യും എന്നുള്ളത്. കാരണം നമുക്ക് ആദ്യം തന്നെ അറിയാം ആ ലിസ്റ്റിൽ എത്ര ഐറ്റംസ് ഉണ്ടെന്നുള്ളത്. സോ ലിസ്റ്റിൽ എത്ര ഐറ്റംസ് ഉണ്ടോ അത്രയും പ്രാവശ്യമായിരിക്കും നമ്മുടെ ലൂപ്പ് റൺ ചെയ്യുന്നത്. സോ അങ്ങനെയാണ് ഒരു ഫോർ ലൂപ്പിൻ്റെ വർക്കിംഗ്. നമ്മൾ എങ്ങനെയാണ് ഈ ലൂപ്സ് ചെയ്യുക എന്നുള്ളത് നോക്കാം. ആദ്യം നമുക്കൊരു വൈൽ ലൂപ്പ് ക്രിയേറ്റ് ചെയ്യാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്യുന്നു. വേരിയബിളിന് ഐ എന്നുള്ളൊരു പേര് കൊടുത്തു. ദെൻ ഐയിലോട്ട് 1നെ അസൈൻ ചെയ്യുന്നു. ജസ്റ്റ് ഒരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചു. ഇനിയാണ് നമ്മൾ ലൂപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത്. വൈൽ കീവേഡ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ വൈൽ ലൂപ്പ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. വൈലിന് ശേഷം ബ്രാക്കറ്റിൽ നമ്മുടെ കണ്ടീഷൻ കൊടുക്കുക. അതായത് ഏത് കണ്ടീഷനെ ബേസ് ചെയ്തിട്ടാണ് നമ്മുടെ ലൂപ്പ് റൺ ചെയ്യേണ്ടതെന്നുള്ളത് വൈലിന് ശേഷം ബ്രാക്കറ്റിൽ കൊടുക്കുക. ഞാനിവിടെ i<10 എന്നാണ് കൊടുക്കുന്നത്. അതായത് i<10 ആ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമാണ് നമ്മുടെ ലൂപ്പ് റൺ ചെയ്യേണ്ടത്. ഇനി അതിനുശേഷം കേളി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് ഇതിൻ്റെ ഉള്ളിലാണ് നമ്മുടെ ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റ്സ് എഴുതേണ്ടത്. അതായത് ആ ഒരു കോഡ് ബ്ലോക്ക് എഴുതേണ്ടത് ഈ കേളി ബ്രാക്കറ്റിൻ്റെ ഉള്ളിലാണ്.
ഞാനിവിടെ പ്രിൻറ്റ് ഐ ഇത്ര മാത്രമേ ഞാൻ കൊടുക്കുന്നുള്ളൂ. നമുക്ക് അവിടെ എന്ത് വേണമെങ്കിലും കൊടുക്കാം. ഞാൻ ജസ്റ്റ് പ്രിൻറ്റ് ഐ എന്ന് മാത്രം കൊടുത്തു. അതിനുശേഷം ഐയിലോട്ട് i+1 അസൈൻ ചെയ്യുന്നു. നമുക്ക് ഈ ലൂപ്പ് ഒന്ന് റൺ ചെയ്ത് നോക്കാം. ഇവിടെ 1 മുതൽ 9 വരെയുള്ള വാല്യൂസാണ് പ്രിൻ്റ് ചെയ്തിട്ട് വന്നിട്ടുള്ളത്. ഇനി ഇത് എക്സ്പ്ലെയിൻ ചെയ്യാം. നമ്മൾ ആദ്യം ചെയ്തിട്ടുള്ളത് ഒരു വേരിയബിളിനെ ക്രിയേറ്റ് ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. നമുക്കതിനെ ലൂപ്പ് വേരിയബിൾ എന്ന് വിളിക്കാം. അതിനുശേഷം വൈൽ കീവേഡ്, അതിനുശേഷം കണ്ടീഷൻ. ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കിയിട്ടാണ് നമ്മുടെ ലൂപ്പ് റൺ ചെയ്യുക. അതിനുശേഷം ബ്രാക്കറ്റിൻ്റെ ഉള്ളിലാണ് നമ്മൾ ലൂപ്പിൻ്റെ കോഡ് ബ്ലോക്കിനെ അല്ലെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ്സിനെ എഴുതിയിട്ടുള്ളത്. പ്രിൻ്റ് ഐ = i+1. ഇവിടെ ആദ്യം ഐയുടെ വാല്യൂ 1 ആണ്. i<10, അതായത് 1<10 ട്രൂ ആണ്, സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. സോ 1 പ്രിൻ്റ് ചെയ്യുന്നു. ദെൻ ഐയിലോട്ട് i+1 അസൈൻ ചെയ്യുന്നു. ഐയുടെ വാല്യൂ 1 ആണ്. സോ i+1 എന്ന് പറയുന്നത് 2 ആണ്. സോ ഐയിലോട്ട് 2 അസൈൻ ചെയ്യുന്നു. ഇപ്പോൾ നമ്മുടെ ഐയുടെ വാല്യൂ 2 ആണ്. അഗെയിൻ ലൂപ്പിൻ്റെ ബിഗിനിങ്ങിലോട്ട് പോകുന്നു. അവിടെ 2<10 അഗെയിൻ ട്രൂ ആണ്. 2 പ്രിൻ്റ് ചെയ്യുന്നു. 2+1 3, ആ 3 എടുത്തിട്ട് ഐയിലോട്ട് അസൈൻ ചെയ്യുന്നു. ഇപ്പോൾ നമ്മുടെ ഐയുടെ വാല്യൂ 3 ആണ്. 3<10 അതും ട്രൂ ആണ്. ദെൻ 3 പ്രിൻ്റ് ചെയ്യുന്നു. ഐയുടെ വാല്യൂ 4 ആയി. അങ്ങനെ 5, 6, 7, 8, 9 9ലെത്തി. 9<10 ട്രൂ ആണ്. സോ 9 പ്രിൻ്റ് ചെയ്യുന്നു. ഐയുടെ വാല്യൂ 10 ആയി. 10<10 ഫോൾസ് ആണ്. ആ ഒരു കേസിൽ നമ്മുടെ കണ്ടീഷൻ ഫോൾസ് ആണ്, അതായത് സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. അവിടെ വെച്ചിട്ട് നമ്മുടെ ലൂപ്പ് സ്റ്റോപ്പ് ചെയ്യും. ലൂപ്പ് സ്റ്റോപ്പ് ചെയ്തതിന് ശേഷം അടുത്ത സ്റ്റേറ്റ്മെൻറ്റിലോട്ട് പോകും. അതായത് ലൂപ്പിൻ്റെ താഴെ, ഇവിടെ 5ലാണ് ലൂപ്പിൻ്റെ എൻഡിങ്, അതിൻ്റെ താഴെ എന്താണോ നമ്മൾ എഴുതിയിട്ടുള്ള കോഡ് അതായിരിക്കും പിന്നീട് റൺ ചെയ്യുന്നത്. ഇതാണ് ഒരു സിമ്പിൾ വൈൽ ലൂപ്പിൻ്റെ എക്സാമ്പിൾ. ഇനി നമുക്ക് ലൂപ്പിൻ്റെ ഉള്ളിൽ ബ്രേക്ക് ആൻഡ് നെക്സ്റ്റ് ഈ 2 സ്റ്റേറ്റ്മെൻറ്റ്സ് യൂസ് ചെയ്യാൻ പറ്റും. ബ്രേക്ക് സ്റ്റേറ്റ്മെൻറ്റ് എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, നമ്മുടെ ലൂപ്പ് ഒരു സ്പെസിഫിക് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ സ്റ്റോപ്പ് ചെയ്യണമെന്ന് വിചാരിക്കുക. അതായത് നമ്മുടെ ലൂപ്പ് കംപ്ലീറ്റ്ലി റൺ ചെയ്യേണ്ട ആവശ്യമില്ല. ഏതോ ഒരു സ്പെസിഫിക് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ ലൂപ്പ് സ്റ്റോപ്പ് ചെയ്യാം. അങ്ങനെയുള്ള കേസസിലാണ് നമ്മൾ ബ്രേക്ക് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് യൂസ് ചെയ്യുന്നത് ഇതുപോലെ തന്നെ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റ്സിനെ സ്കിപ്പ് ചെയ്യാൻ വേണ്ടി, സ്കിപ്പ് ചെയ്തിട്ട് അടുത്ത ഐട്രേഷൻ, അതായത് അടുത്ത ലൂപ്പിലോട്ട് പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നെക്സ്റ്റ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ എക്സാമ്പിൾസ് കാണിക്കാം. സെയിം ലൂപ്പ് തന്നെ ക്രിയേറ്റ് ചെയ്യുന്നു. i1 while i<10 print ഐയിലോട്ട് i+1 അസൈൻ ചെയ്യുന്നു. അതിനുശേഷം ഇഫ് i = 5, ഐയുടെ വാല്യൂ 5 ആണെങ്കിൽ, ഞാനൊരു എക്സാമ്പിളായിട്ട് എടുക്കുന്നതാണ്, ഐയുടെ വാല്യൂ 5 ആണെങ്കിൽ നമുക്ക് ബ്രേക്ക് ചെയ്യാം. അതായത് ലൂപ്പ് അവിടെ വെച്ചിട്ട് സ്റ്റോപ്പ് ചെയ്യാം. ഞാൻ ഇതും ലൂപ്പിൻ്റെ ഉള്ളിൽ തന്നെയാണ് എഴുതിയിട്ടുള്ളത്. ഐയുടെ വാല്യൂ 5 ആണെങ്കിൽ ബ്രേക്ക് ചെയ്യാം, ലൂപ്പ് സ്റ്റോപ്പ് ചെയ്യാം. ഇനി ഇതൊന്ന് റൺ ചെയ്ത് നോക്കാം. ഇവിടെ നമുക്ക് 1 മുതൽ 4 വരെയുള്ള വാല്യൂസിനെയാണ് ഔട്ട്പുട്ടിൽ കിട്ടിയിട്ടുള്ളത്. ആദ്യം ഐയുടെ വാല്യൂ 1 ആയിരുന്നു. 1 പ്രിൻ്റ് ചെയ്തു. 2 ആയി. i = 5 ട്രൂ അല്ല. 2 = 5 ട്രൂ അല്ല, അത് ഫാൾസ് ആണ്. സോ അഗെയിൻ ലൂപ്പിലോട്ട് പോയി. ഐയുടെ വാല്യൂ 3 കഴിഞ്ഞ് 4 എത്തി. 4 = 5 അതും ട്രൂ അല്ല. അഗെയിൻ ഐയുടെ വാല്യൂ 5 ആണ്. ഐനെ പ്രിൻ്റ് ചെയ്തു. ഈ ഒരു കേസിൽ ഐയുടെ വാല്യൂ 5 ആണ്, അത് ട്രൂ ആണ്. സോ ലൂപ്പ് അവിടെ വെച്ചിട്ട് ബ്രേക്ക് ആവുന്നു, ലൂപ്പ് അവിടെ വെച്ചിട്ട് സ്റ്റോപ്പ് ആവുന്നു.
സോ അതുകൊണ്ടാണ് നമുക്ക് 4 വരെ പ്രിൻറ്റ് ചെയ്ത് വന്നിട്ടുള്ളത്. 5 ഇതിൽ പ്രിൻറ്റ് ചെയ്തിട്ട് വരില്ല. ഐയുടെ വാല്യൂ 5 ആയിക്കഴിഞ്ഞാൽ ലൂപ്പ് അവിടെ വെച്ചിട്ട് സ്റ്റോപ്പ് ചെയ്തു. അഗെയിൻ അടുത്ത ഐറ്ററേഷനിലോട്ട് പോയി കഴിഞ്ഞാൽ മാത്രമാണ് അവിടെ ഐയുടെ വാല്യൂ പ്രിൻറ്റ് ചെയ്യുന്നത്. സോ ഐയുടെ വാല്യൂ പ്രിൻറ്റ് ചെയ്യില്ല, അതായത് 5ൻ്റെ വാല്യൂ പ്രിൻറ്റ് ചെയ്യില്ല, പകരം ലൂപ്പ് അവിടെ വെച്ചിട്ട് സ്റ്റോപ്പ് ചെയ്യും. ഇനി ഇതുപോലെ തന്നെ നമുക്ക് നെക്സ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് യൂസ് ചെയ്യാം. നെക്സ്റ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരു ഐറ്ററേഷൻ സ്കിപ്പ് ചെയ്തിട്ട് അടുത്ത ഐറ്ററേഷനിലോട്ട് പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നെക്സ്റ്റ് യൂസ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, ഞാനൊരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്യുന്നു ജെ. നമുക്ക് ഐ തന്നെ കൊടുക്കണം എന്നില്ല, നമുക്ക് ഏത് വേരിയബിളോ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ഞാനിവിടെ ജെ എന്നാണ് വേരിയബിളിൻ്റെ പേര് കൊടുത്തിട്ടുള്ളത്. അതിനുശേഷം വൈൽ ജെ ലെസ് ദാൻ 20 ജെ ജെനെ ഇൻക്രിമെൻറ്റ് ചെയ്യുന്നു, അതായത് ജെയുടെ വാല്യൂ 1 കൂട്ടുന്നു. അതിനുശേഷം ജെനെ പ്രിൻറ്റ് ചെയ്യുന്നു. ദെൻ ഇവിടെ if j equal to 5 നെക്സ്റ്റ് ജെയുടെ വാല്യൂ 5 ആണെങ്കിൽ നെക്സ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യുന്നു. ഇനി ഇതൊന്ന് റൺ ചെയ്ത് നോക്കാം. ഇവിടെ കാണാം ജെയുടെ ഇനീഷ്യൽ വാല്യൂ 1 ആയിരുന്നു, 1 ലെസ് ദാൻ 20 ട്രൂ ആണ്. അഗെയിൻ ജെയുടെ വാല്യൂ കൂടി, ജെയുടെ വാല്യൂ 2 ആയി. അതിനുശേഷമാണ് ജെ 5 ആണോ എന്ന് ചെക്ക് ചെയ്യുന്നത്. അതിനും ശേഷമാണ് നമ്മൾ ജെനെ പ്രിൻറ്റ് ചെയ്തിരുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം 2ലാണ് സ്റ്റാർട്ട് ചെയ്തത്, എന്തായാലും 1ൽ സ്റ്റാർട്ട് ചെയ്യില്ല, കാരണം ഇനീഷ്യൽ വാല്യൂ 1 ആയിരുന്നെങ്കിലും പ്രിൻറ്റ് ചെയ്യുന്നതിന് മുന്നേ വാല്യൂ ഇൻക്രിമെൻറ്റ് ചെയ്തിട്ടുണ്ട്. സോ 2ൽ സ്റ്റാർട്ട് ചെയ്തു. 3 4 കഴിഞ്ഞിട്ട് 5 അല്ല, 5ന് പകരം 6 ആണുള്ളത്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജെയുടെ വാല്യൂ 5ലെത്തുമ്പോൾ ജെയുടെ വാല്യൂ 5 ആണ്, ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യും. ജെയുടെ വാല്യൂ 5 ആണ് എന്നുള്ള ഈ ഒരു കണ്ടീഷൻ, ജെ ഈക്വൽ ടു 5 എന്നുള്ള കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നു. സോ ഈഫ് ജെ ഈക്വൽ ടു 5 ട്രൂ ആണ്, ദെൻ നെക്സ്റ്റ് ബ്ലോക്കിന് നെക്സ്റ്റ് എന്നുള്ള സ്റ്റേറ്റ്മെൻറ്റിനെയാണ് റൺ ചെയ്യുക. സോ അതിന് താഴെയുള്ള കോഡ് ബ്ലോക്കിനെ പിന്നീട് അത് റൺ ചെയ്യില്ല. അതായത് ആ ഒരു ഐറ്ററേഷനിൽ, ആ ഒരു ലൂപ്പിൽ അതിൻ്റെ താഴെയുള്ള സ്റ്റേറ്റ്മെൻറ്റ് റൺ ചെയ്യില്ല. അഗെയിൻ അടുത്ത ഐറ്ററേഷനിലോട്ട് പോവുകയാണ് ചെയ്യുക. ലൂപ്പിൻ്റെ കൺട്രോൾ നേരെ ബിഗിനിങ്ങിലോട്ട് പോവുകയാണ് ചെയ്യുക. അതുകൊണ്ടാണ് ഈ ഒരു കേസിൽ 5 പ്രിൻറ്റ് ചെയ്ത് വരാഞ്ഞത്. 5 വരാതെ അടുത്ത വാല്യൂ 6ലോട്ടാണ് പോവുക. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ നെക്സ്റ്റ് യൂസ് ചെയ്യുന്നത്. അതായത് ഒരു കോഡ് ബ്ലോക്കിനെ സ്കിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നെക്സ്റ്റ് യൂസ് ചെയ്യുന്നത്. ഒരു കണ്ടീഷനെ ബേസ് ചെയ്തിട്ട് ഐറ്ററേഷൻ സ്കിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നെക്സ്റ്റ് യൂസ് ചെയ്യുന്നത്. ബ്രേക്ക് ആണെങ്കിൽ ഒരു ഒരു ലൂപ്പിനെ ഒരു സ്പെസിഫിക് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബ്രേക്ക് യൂസ് ചെയ്യുന്നത്. ഇങ്ങനെയാണ് ഒരു വൈൽ ലൂപ്പിൻ്റെ വർക്കിംഗ്. അതായത് സ്റ്റാർട്ട് ചെയ്യുന്നു, കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നു, കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ മാത്രം സ്റ്റേറ്റ്മെൻറ്റ്സ് റൺ ചെയ്യുന്നു. അഗെയിൻ സ്റ്റാർട്ടിങ്ങിലോട്ട് പോകുന്നു, കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നു, കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ്സ് റൺ ചെയ്യുന്നു. അഗെയിൻ സ്റ്റാർട്ടിങ്ങിലോട്ട് പോകുന്നു. ഇനി കണ്ടീഷൻ എപ്പോഴാണോ ഫെയിൽ ആകുന്നത്, കണ്ടീഷൻ എപ്പോഴാണോ ഫോൾസ് ആകുന്നത്, അപ്പോഴാണ് ലൂപ്പ് എൻഡ് ചെയ്യുന്നത്, ലൂപ്പ് ടെർമിനേറ്റ് ചെയ്യുന്നത്. അടുത്തതായിട്ട് ഫോർ ലൂപ്പ് നോക്കാം. ഇപ്പോൾ ഫോർ ലൂപ്പ് ഒരു സീക്വൻസിലാണ് റൺ ചെയ്യുക എന്നുള്ളത് പറഞ്ഞു. ലിസ്റ്റിലോ വെക്റ്ററിലോ, ലിസ്റ്റ് വെക്റ്റർ ഇതൊക്കെ എന്താണെന്നുള്ളത് നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യും. ഇപ്പോൾ നമുക്കൊരു ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് അതിൽ ഫോർ ലൂപ്പ് ചെയ്ത് നോക്കാം. ഞാൻ ആദ്യം തന്നെ ഒരു ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുകയാണ്. ഐറ്റംസ് എന്നുള്ളൊരു വേരിയബിളിലാണ് ഞാൻ ആ ലിസ്റ്റ് അസൈൻ ചെയ്യുന്നത്. ലിസ്റ്റ് 1 2 3 4. ലിസ്റ്റ് എന്താണെന്ന് വെച്ചാൽ ഇറ്റ്സ് എ സീക്വൻസ് ഓഫ് വാല്യൂസ്. ഒരു വാല്യൂസിൻ്റെ കളക്ഷൻ, കുറച്ച് വാല്യൂസിൻ്റെ കളക്ഷനെയാണ് നമ്മൾ ലിസ്റ്റ് എന്ന് വിളിക്കുന്നത്. ഇവിടെ ഐറ്റംസ് എന്നുള്ളൊരു വേരിയബിളിൽ നമ്മളൊരു ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്ത് വെച്ചു. അതിനുശേഷം ഫോർ ലൂപ്പ് സ്റ്റാർട്ട് ചെയ്യാണ്. ഫോർ കീവേഡ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ
ഫോർ ലൂപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഫോർ ഐറ്റം ഇൻ ഐറ്റംസ്, ഫോർ ഐറ്റം ഇൻ ഐറ്റംസ്, കേളി ബ്രാക്കറ്റ്, അതിൻ്റെ ഉള്ളിൽ പ്രിൻറ്റ് ഐറ്റം. ഇവിടെ നമ്മളൊരു ഫോർ ലൂപ്പ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഫോർ ഐറ്റം ഇൻ ഐറ്റംസ്, ഈ ഐറ്റംസിലാണ് നമ്മുടെ ലിസ്റ്റ് കിടക്കുന്നത്. ലെഫ്റ്റിൽ കൊടുത്തിട്ടുള്ള ഈ ഐറ്റമാണ് നമ്മുടെ ലൂപ്പ് വേരിയബിൾ. ഈ ലൂപ്പ് വേരിയബിളിൻ്റെ വാല്യൂസാണ് ലിസ്റ്റിൻ്റെ ഉള്ളിൽ കിടക്കുന്ന ഓരോ വാല്യൂസും. അതായത് ഈ ലൂപ്പിൻ്റെ ഓരോ ഐറ്ററേഷനിലും, ഐറ്ററേഷൻ എന്ന് വെച്ചാൽ ലൂപ്പ് റൺ ചെയ്യുന്ന ഓരോ ഐറ്ററേഷനിലും ഐറ്റം വേരിയബിളിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ലിസ്റ്റിലുള്ള ഓരോ ഐറ്റംസ് ആയിരിക്കും, ഓരോ വാല്യൂസ് ആയിരിക്കും. ലൂപ്പിനെ റൺ ചെയ്ത് നോക്കാം. ഇവിടെ നമുക്ക് 1 2 3 4 4 വാല്യൂസാണ് കിട്ടിയിട്ടുള്ളത്. സോ ആദ്യം ലൂപ്പിൻ്റെ ഫസ്റ്റ് ഐറ്ററേഷനിൽ ഐറ്റം വേരിയബിളിൽ ഉണ്ടാവാൻ പോകുന്നത് 1 ആണ്. സോ 1 അവിടെ പ്രിൻ്റ് ചെയ്തു. ലൂപ്പിൻ്റെ സെക്കൻഡ് ഐറ്ററേഷനിൽ ഐറ്റം വേരിയബിളിൽ ഉണ്ടാവാൻ പോകുന്നത് 2 ആണ്. 2നെ അവിടെ പ്രിൻ്റ് ചെയ്തു. തേർഡ് ഐറ്ററേഷനിൽ ഐറ്റം വേരിയബിളിൽ 3 പ്രിൻ്റ് ചെയ്യുന്നു. ലാസ്റ്റ് ഫൈനൽ ഐറ്ററേഷനിൽ ഐറ്റം വേരിയബിളിൽ 4 ആണുള്ളത്. സോ 4നെ അവിടെ പ്രിൻ്റ് ചെയ്തു. അഗെയിൻ ലൂപ്പ് അതിൻ്റെ ലാസ്റ്റ് ഐറ്റത്തിൽ വരെ എത്തി, അതായത് നമ്മുടെ സീക്വൻസിൻ്റെ ലാസ്റ്റ് ഐറ്റത്തിലെത്തി. സോ അവിടുന്ന് ലൂപ്പ് സ്റ്റോപ്പ് ചെയ്യും. ഓട്ടോമാറ്റിക്കലി ലൂപ്പ് അവിടെ സ്റ്റോപ്പ് ചെയ്തിട്ട് നെക്സ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്, ലൂപ്പ് കഴിഞ്ഞിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് എന്താണോ അങ്ങോട്ട് കൺട്രോൾ പോകും. സോ നമുക്ക് ആ ഫിഗർ ഒന്നും കൂടി നോക്കാം. ലൂപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നു. സ്റ്റാർട്ട് ചെയ്തിട്ട് ലാസ്റ്റ് ഐറ്റം ആണോ അല്ല എങ്കിൽ, ലാസ്റ്റ് ഐറ്റം അല്ല എങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ്സ് റൺ ചെയ്യുന്നു. അഗെയിൻ സ്റ്റാർട്ട്, ലാസ്റ്റ് ഐറ്റം അല്ല എങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ്സ് റൺ ചെയ്യുന്നു. എപ്പോഴാണോ ലാസ്റ്റ് ഐറ്റത്തിൽ എത്തുന്നത് അപ്പോൾ ലൂപ്പ് അവിടെ എൻഡ് ചെയ്യുന്നു. ഫോർ ലൂപ്പിലും നമുക്ക് ബ്രേക്ക് ആൻഡ് കണ്ടിന്യൂ ഈ രണ്ട് സ്റ്റേറ്റ്മെൻറ്റ്സ് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഫോർ എക്സാമ്പിൾ പ്രിൻ്റ് ഐറ്റത്തിന് ശേഷം ഈഫ് ഐറ്റം ഈക്വൽ ടു 3, ഐറ്റത്തിൻ്റെ വാല്യൂ 3 ആണെങ്കിൽ ബ്രേക്ക് കൊടുക്കാം. 3 ആണെങ്കിൽ ബ്രേക്ക് ചെയ്യുന്നു. ഐറ്റത്തിനെ പ്രിൻ്റ് ചെയ്തതിന് ശേഷം ഐറ്റത്തിൻ്റെ വാല്യൂ 3 ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യുന്നു. 3 ആണെങ്കിൽ നമുക്ക് ലൂപ്പ് അവിടെ സ്റ്റോപ്പ് ചെയ്യാം. റൺ ചെയ്ത് നോക്കാം. 1 2 3 3 വരെ മാത്രമേ പ്രിൻ്റ് ചെയ്ത് വന്നിട്ടുള്ളൂ. കാരണം ഐറ്റത്തിൻ്റെ വാല്യൂ 3 ആവുമ്പോൾ ലൂപ്പ് ബ്രേക്ക് ചെയ്തു, സ്റ്റോപ്പ് ചെയ്തു. 4 പ്രിൻ്റ് ചെയ്തിട്ട് വരില്ല. ഇനി ഈ ബ്രേക്കിന് പകരം നമ്മൾ കണ്ടിന്യൂ ആണ് കൊടുക്കുന്നതെങ്കിൽ, ഇനി ബ്രേക്ക് സ്റ്റേറ്റ്മെൻറ്റ് ഒഴിവാക്കിയിട്ട് കണ്ടിന്യൂ കൊടുക്കുന്നു. പ്രിൻ്റ് ഐറ്റത്തിൻ്റെ മുകളിലാണ് കണ്ടിന്യൂ കൊടുക്കുന്നത്. കാരണം പ്രിൻ്റ് ഐറ്റത്തിൻ്റെ താഴെ വേറെ സ്റ്റേറ്റ്മെൻറ്റ്സ് ഒന്നും ഇല്ല. സോ സ്കിപ്പ് ചെയ്യാനുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് പ്രിൻ്റ് ഐറ്റത്തിൻ്റെ മുകളിൽ കണ്ടിന്യൂ കൊടുക്കുന്നു. ഇഫ് ഐറ്റം ഈക്വൽ ടു 3, ഐറ്റത്തിൻ്റെ വാല്യൂ 3 ആണെങ്കിൽ കണ്ടിന്യൂ ചെയ്യുക. അതായത് നെക്സ്റ്റ് കീവേഡ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നത്. കണ്ടിന്യൂ അല്ല കീവേഡ്, നെക്സ്റ്റ് ആണ് കീവേഡ്. നമ്മൾ ലൂപ്പ് നെക്സ്റ്റ് ഐട്രേഷനിലോട്ട് പോകാൻ വേണ്ടിയിട്ടാണ് നെക്സ്റ്റ് കീവേഡ് ഇവിടെ യൂസ് ചെയ്യുന്നത്. വേറൊരു ലാംഗ്വേജ് എടുക്കുകയാണെങ്കിൽ, സപ്പോസ് പൈത്തൺ എടുക്കുകയാണെങ്കിൽ, പൈത്തണിൽ നെക്സ്റ്റിന് പകരം കണ്ടിന്യൂ എന്നുള്ളൊരു കീവേഡാണ് യൂസ് ചെയ്യുക. ബ്രേക്കിന് പകരം ബ്രേക്ക് തന്നെ, പക്ഷേ നെക്സ്റ്റിന് പകരം കണ്ടിന്യൂ കീവേഡാണ് യൂസ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ നെക്സ്റ്റ് കീവേഡാണ് യൂസ് ചെയ്യുന്നത്. ഇത് റൺ ചെയ്യുകയാണെങ്കിൽ നമുക്ക് 1 2 4 അങ്ങനെയാണ് കിട്ടിയിട്ടുള്ളത്. അതായത് 3 അവിടെ മിസ്സിംഗ് ആണ്. കാരണം ഐയുടെ വാല്യൂ 3 ആകുമ്പോൾ നെക്സ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് അവിടെ റൺ ചെയ്യും. സോ അതിന് താഴെയുള്ളത് റൺ ചെയ്യില്ല, താഴെയുള്ളത് സ്കിപ്പ് ചെയ്യും. ആ ഒരു ഐട്രേഷനിൽ മാത്രം താഴെയുള്ളത് സ്കിപ്പ് ചെയ്തതിന് ശേഷം ലൂപ്പ് നേരെ അടുത്ത ഐട്രേഷനിലോട്ട് പോകും. സോ അടുത്ത ഐട്രേഷനിൽ ഐയുടെ വാല്യൂ 4 ആണ്, ഐറ്റത്തിൻ്റെ വാല്യൂ 4 ആണ്. സോ 4 പ്രിൻ്റ് ചെയ്തിട്ട് ലൂപ്പ് അവിടെ വെച്ചിട്ട് സ്റ്റോപ്പ് ചെയ്യും. സോ നമുക്ക് ഫോർ ലൂപ്പിലും ബ്രേക്ക് ആൻഡ് നെക്സ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്സ് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. സോ ഇത്രയാണ് ലൂപ്സിൽ പറയാനുള്ളത്. ലൂപ്സ് നമ്മൾ യൂസ് ചെയ്യുന്നത് സെയിം ബ്ലോക്ക് ഓഫ് കോഡ് മൾട്ടിപ്പിൾ ടൈംസ് റൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. 2 ലൂപ്സാണുള്ളത്, വൈൽ ലൂപ്പ് ആൻഡ് ഫോർ ലൂപ്പ്. വൈൽ ലൂപ്പ് ഒരു കണ്ടീഷനെ ബേസ് ചെയ്തിട്ടാണ് റൺ ചെയ്യുന്നതെങ്കിൽ ഫോർ ലൂപ്പ് ഒരു സീക്വൻസിലാണ് റൺ ചെയ്യുന്നത് അല്ലെങ്കിൽ ഐട്രേറ്റ് ചെയ്യുന്നത്. താങ്ക് യു.